രാം മനോഹർ ലോഹിയുടെയും ലോക് ബന്ധു രാജ്നാരായണന്റെയും ആശയങ്ങളിൽ ആകൃഷ്ടനായി രാഷ്ട്രീയത്തിലെത്തിയ മുലായം സിംഗ് എന്ന യാദവ നേതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്നും സോഷ്യലിസത്തിന്റേത് തന്നെയാണ്. ലോക്ദളും രണ്ട് ജനതാദളുകളും കാൽച്ചുവടാക്കി അധികാര കേന്ദ്രങ്ങൾ താണ്ടി മുലായം സിംഗ് യാദവ് 1992 നവംബർ 4 സമാജ്വാദി പാർട്ടിക്ക് രൂപം കൊടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നായിരുന്നു. സാമൂഹ്യനീതി, സോഷ്യലിസം എന്നീ ആശയങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ച ഈ പാർട്ടി അന്ന് ഭരണത്തിലിരുന്ന കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വലതുപക്ഷ ഹിന്ദുത്വ സംഘടനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജനകീയ രാഷ്ട്രീയമാണ് മുന്നോട്ട് വച്ചത്. സാമൂഹ്യനീതി എന്ന അജണ്ട ഹിന്ദി ഹൃദയഭൂമിയിലെ യാദവരുടെയും മുസ്ലിം വിഭാഗത്തിൻ്റെയും പിന്തുണയോടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനു വേണ്ട അടിത്തറ നേടാൻ സഹായിച്ചു. എന്നാൽ ജ്ഞാനേശ്വർ മിശ്ര എന്ന നേതാവിന് ശേഷം സമാജ്വാദി പാർട്ടി യാദവ് കുടുംബത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. മുലായം സിംഗ് യാദവ്, സഹോദരന്മാരായ രാം ഗോപാൽ യാദവ്, ശിവപാൽ സിംഗ് യാദവ്, മകൻ അഖിലേഷ് യാദവ് എന്നിവർ മാത്രമായി പാർട്ടിയുടെ മുഖങ്ങൾ. പാർട്ടിയുടെ 5 എംപിമാരിൽ മരുമകൾ ഡിംപിൾ യാദവ് അടക്കം എല്ലാവരും യാദവ് കുടുംബത്തിൽ നിന്ന് തന്നെ. അസം ഖാൻ, ബേനി പ്രസാദ് വർമ്മ, നരേഷ് അഗർവാൾ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പോലും യാദവ് കുടുംബത്തിന് പിന്നിൽ രണ്ടാം നിരയിലേക്ക് തള്ളപ്പെട്ടു. സമാജ്വാദി പാർട്ടിയിലെ പൊട്ടിത്തെറി രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മുലായം സിംഗിനിത് കുടുംബവഴക്ക് മാത്രമാണ്. കുടുംബസ്വത്ത് നോക്കാൻ ഏൽപ്പിച്ച രണ്ടാം മകൻ പ്രതീക് യാദവിനെ രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തിക്കാനുള്ള മുലായത്തിന്റെ രണ്ടാം ഭാര്യ സാധന ഗുപ്തയുടെ ശ്രമങ്ങളാണ് തർക്കങ്ങൾ രൂക്ഷമാക്കിയിരിക്കുന്നതെന്ന് എസ്.പിക്കുള്ളിലെ പരസ്യമായ രഹസ്യമാണ്. അടുത്തിടെ യാദവ് കുടുംബത്തിന്റെ അടുക്കള ക്യാബിനറ്റിൽ തിരിച്ചെത്തിയ അമർ സിംഗിന്റെ ചാണക്യതന്ത്രങ്ങൾ കൂടി ചേരുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.